ബാക്ക് ടു സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. എടാ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഓണം എക്സാം ആയിക്കോട്ടെ, മിഡ് ടൈം എക്സാം ആയിക്കോട്ടെ, ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആ. സോ ഈ വീഡിയോ മുഴുവനായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കാം. ഞാൻ മാക്സിമം ഷെയർ ചെയ്തും ചെയ്തോ. സാറേ, എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എടാ, കിഡിലൻ ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കാർബണും ഹൈഡ്രജനും വരച്ചിട്ടുള്ള സ്ട്രക്ചർ, ഓർഗാനിക് സ്ട്രക്ചർ. സോ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ദ ലോങ്സ്റ്റ് ചെയിൻ. ഏറ്റവും നീളമുള്ള ശൃംഖലയിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? എടാ, ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബ്രാഞ്ച് ആണ് നമുക്കറിയാം. പിന്നെ നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചൊരു ഉത്തരം എഴുതിയാൽ മതി. ഈ നേരെ പോകുന്നതല്ല മക്കളെ ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ സാറേ അത്? എടാ, ഏറ്റവും കൂടുതൽ കാർബൺ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പ്രധാന ചെയിൻ അഥവാ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയാം. അപ്പൊ സാറേ 1 2 3 4 പറ്റൂല. ഇനി വേറെ രീതിയിൽ എണ്ണി നോക്കാം. 1 2 3 4 5 കിട്ടിയല്ലോ. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇവനാണ് ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ഉള്ളത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം 5 കാർബൺ ആണ്. 5 കാർബൺ ആറ്റം ഉണ്ട്. റെഡി, കിട്ടി. ഇനി നമുക്ക് ഒരു പേടിയും പഠിക്കണം, നമുക്ക് ഉത്തരം ശരിയാവും. ഇനി ബാക്കിയുള്ള ഇവനും ബ്രാഞ്ച് ആണ്, ഇവനും ബ്രാഞ്ച് ആണ്. ഓർമ്മയിൽ വെച്ചാൽ മതി, ശാഖയാണ്. ഇനി മീഥൈൽ ഗ്രൂപ്പുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ സ്ഥാനം എത്ര, പൊസിഷൻ നമ്പർ എത്ര? അതായത് ഈ ബ്രാഞ്ചിന്റെയും സ്ഥാന സംഖ്യ, പൊസിഷൻ നമ്പർ എത്ര എന്നാ ചോദിച്ചത്. എഴുതാലോ. ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, 4 5. രണ്ട് സൈഡിൽ നിന്ന് എണ്ണിയാലും ഇവിടെ നമുക്ക് എത്രയേ കിട്ടുള്ളൂ? 3 എന്നേ കിട്ടുള്ളൂ. അപ്പൊ പൊസിഷൻ നമ്പർ ഈക്വൽ ടു 3. അപ്പൊ മൂന്നാമത്തെ കാർബണിലാണ് നമ്മളുടെ ബ്രാഞ്ച് ഉള്ളത് അഥവാ ശാഖയുള്ളത്. റെഡിയാണ്. ഇനി ഈ സംയുക്തത്തിന്റെ IUPAC നെയിം ഏതാണ്? കിടിലൻ ക്വസ്റ്റ്യൻ ആടാ മക്കളെ. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത്തെ കാർബണിൽ എത്ര ശാഖയുണ്ട്? 1 2. അപ്പൊ ഈ ശാഖയുടെ പേരെന്താ ചോദിച്ചാൽ, ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ അവനെ പറയും മീഥൈല്. അപ്പൊ ഇവന്റെ പേരും എന്ത് തന്നെയാണ് സാറേ? മീഥൈല. അപ്പൊ 2 പ്രാവശ്യം മീഥൈൽ എഴുതുന്നതിന് പകരം നമുക്കറിയാം 2 പ്രാവശ്യം ബ്രാഞ്ച് വന്നാൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഡൈ എന്നാണ്. എന്താ ചേർക്കേണ്ടത്? ഡൈ. അപ്പൊ സാറേ അവന്റെ പേര് എന്തായിരിക്കും വരിക? മൂന്നാമത്തെ കാർബണിൽ, അപ്പൊ ഒരേ കാർബണിൽ 2 പ്രാവശ്യം ബ്രാഞ്ച് വന്നാൽ ആ പൊസിഷൻ നമ്പർ മസ്റ്റ് ബി റിപ്പീറ്റഡ്. അപ്പൊ മൂന്നാമത്തെ കാർബണിൽ 2 ബ്രാഞ്ച് വന്നു സാറേ. അപ്പൊ പൊസിഷൻ നമ്പർ എന്ത് ചെയ്യണം? 2 എഴുതണം. അപ്പൊ 3,3 ഹൈഫൺ 2 മീഥൈലിനെ നമ്മൾ എന്ത് പറയും? ഡൈമീഥൈൽ. അപ്പൊ ഡൈമീഥൈൽ. ടോട്ടൽ എത്ര കാർബണാ? 5 കാർബണാ. അപ്പൊ പെന്റ് സിംഗിൾ ബോണ്ട് ആവുമ്പോൾ പെന്റെയിൻ. അപ്പൊ വായിച്ചു നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക് വന്നിട്ട് മക്കൾ അടിച്ച് പൊട്ടിച്ച് കൊടുത്തോളണം. അപ്പൊ 3,3 ഹൈഫൺ ഡൈമീഥൈൽ പെന്റെയിൻ. മെയിൻ ചെയിന്റെ പേര് ചോദിച്ചാൽ പെന്റെയിൻ. ഇനി ബ്രാഞ്ചിന്റെ പേര് ചോദിച്ചാൽ മീഥൈൽ. ഇനി പൊസിഷൻ നമ്പർ ചോദിച്ചാൽ 3. പരിപാടി കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ ആയിക്കോട്ടെ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കുക. ഇനി 4ാമത്തെ കാർബണിലാണ് വന്നത്. അപ്പൊ 4,4 ഡൈമീഥൈൽ ഉള്ളത് 3 വന്നു. അപ്പൊ ട്രൈമീഥൈൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി ഓർഗാനിക്കിൽ, നമുക്ക് എല്ലാം കിട്ടും. സെറ്റാ, ഡോണ്ട് വറി കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്ത ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് പൊടിച്ചോളൂ, പിന്നെ കമന്റും ചെയ്യണേ. റെഡി സർ. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. നോക്കാം. ആൻ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഹാസ് എ 6 കാർബൺ ആറ്റം ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റം ഇസ് എ മോളിക്യൂൾ. എന്റെ മക്കൾ പഠിക്കേണ്ട കാര്യം, അരോമാറ്റിക് സംയുക്തങ്ങൾ നമ്മൾ പഠിച്ചത് 3 എണ്ണം. ബെൻസീന്, ഫിനോള്, ബെൻസോയിക് ആസിഡ്. ഓർമ്മയിൽ വെക്കുക. ബെൻസീൻ ഉണ്ട്, ഫിനോൾ ഉണ്ട്, ബെൻസോയിക് ആസിഡ് ഉണ്ട്. അപ്പൊ എന്റെ മക്കളോട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് പറഞ്ഞു 6 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഇവന്റെ പേര് ശരിക്കും എന്താ? അപ്പൊ തന്നെയാണ് പഠിച്ചു വെച്ചോളാം. 6 കാർബണും 6 ഹൈഡ്രജനും ആണെങ്കിൽ C6H6. ഇവൻ ആരാ ചോദിച്ചാൽ ബെൻസീന. ബെൻസീന്റെ സ്ട്രക്ചറിന്റെ നമുക്ക് ഇങ്ങനെ അറിയുന്നുണ്ടാവും, നമ്മൾ വരച്ചതാണ്. സോ സിംഗിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട്, പിന്നെ 1 ഇടവിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡബിൾ ബോണ്ട് കൊടുത്താൽ മതി. ഇതാണ് സംഭവം. ഇതാണ് ശരിക്കും ബെൻസീൻ. ഇവിടെ കാർബൺ ഉണ്ടാവും, പിന്നെ നമ്മൾ ഹൈഡ്രജനൊക്കെ വരച്ചു കൊടുക്കാം. പക്ഷെ ചോദ്യം അതല്ല കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഈ സംയുക്തത്തിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം ഒരു OH ഗ്രൂപ്പ് വരുമ്പോൾ ലഭിക്കുന്ന സംയുക്തത്തിന്റെ ഘടന വരക്കുക. അതായത് ഇവിടെ ഫുള്ള് എന്തായിരുന്നുണ്ടായിരുന്നു? നമ്മൾ ഫസ്റ്റ് ബെൻസീൻ വരക്കട്ടോ. ബെൻസീനിന്റെ മക്കൾ ആരും മറന്നു പോകരുതേ. ബെൻസീൻ എത്ര കാർബൺ അറിയാം? 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. സോ ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അടുത്ത് ഡബിൾ ബോണ്ടാ, പിന്നെ ഒരു സിംഗിൾ ബോണ്ട്, അടുത്ത് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഇവിടെ ഒക്കെ ആരാ വന്നിരിക്കുക ചോദിച്ചാൽ ഓരോരോ ഹൈഡ്രജന് വരും. സോ ഈ ഒരു സ്ട്രക്ചർ ആണ് ബെൻസീൻ. പക്ഷെ ഇങ്ങോട്ട് എന്താ പരീക്ഷ പേപ്പറിൽ ചോദിച്ചാൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ ഒഴിവാക്കിയിട്ട് അവിടെ ആര് കൊണ്ടുവെക്കുക? OH ഫങ്ഷണൽ ഗ്രൂപ്പ് കൊണ്ടുവെക്കുക.
ഇതാണ് സ്ട്രക്ചർ. അപ്പൊ ഇവന്റെ പേരെന്താ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, സാറേ ഇവന്റെ പേരാണ് ഫിനോൾ. എന്താണ് ഇവന്റെ പേര് ചോദിച്ചാൽ ഫിനോൾ ആണ് സാറേ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ബെൻസീനിലെ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് അവിടെ OH ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ അവനെ പറയുന്നു ഫിനോൾ. ക്ലിയർ കൺസെപ്റ്റ് ആണ്, സെറ്റ് ആണല്ലോ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കൾ, ഇത് വിട്ട് കളയരുത്. സെറ്റ് ആണ് സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളി, സിമ്പിൾ ക്വസ്റ്റ്യനാ. ഈ ക്വസ്റ്റ്യൻ മക്കൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാ. എന്താണ് സാറേ, നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ വരെ ഈ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട് താഴെ കൊടുത്തിട്ടുള്ള പേരങ്ങട്ട് എഴുതി കൊടുത്താൽ മതി. സാറേ എന്നാ പറഞ്ഞോളി, പേര് പറയടാ ചെങ്ങൈമാരെ. നോക്കാം സാർ, മെയിൻ ചെയിൻ ഏതാ? എടാ ഇതാ, ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. ഇനിയിപ്പോ നേരെ അങ്ങനെ വരുന്നത് മെയിൻ ചെയിൻ എടുത്താൽ കുഴപ്പമില്ല. പൊസിഷൻ നമ്പർ നോക്കുമ്പോൾ 1 2 3. ഇനി ഇവിടെ നിന്ന് എണ്ണുമ്പോഴും 1 2 3. അപ്പൊ പൊസിഷൻ നമ്പർ കിട്ടി 2 ആണ്. ഇവിടെ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാലേ, ഇതൊരു ബ്രാഞ്ച് ആണ്, ഇതും ഒരു ബ്രാഞ്ചാ. അപ്പൊ 2 ബ്രാഞ്ച് ഉണ്ട്, 2 ശാഖയുണ്ട്. എത്രാമത്തെ കാർബണിലാണ് ശാഖ? സാറേ രണ്ടാമത്തെ കാർബണിലാണ് ശാഖ. അപ്പൊ ഒരു കാർബണിൽ 2 എണ്ണം വന്നാൽ, 2 ബ്രാഞ്ചുകൾ വന്നാൽ പൊസിഷൻ നമ്പർ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ 2, അയ്യോ 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 എവിടെ പോയി? ഓക്കെ, 2, 2 എത്ര മീഥൈലാ വന്നത്? 2 മീഥൈല. അപ്പൊ ഡൈമീഥൈൽ. പരിപാടി കഴിഞ്ഞു. ഡൈമീഥൈൽ. റെഡി സാർ, ഇതുവരെ ക്ലിയർ ആ. ഇനി എത്ര കാർബണാ മെയിൻ ചെയിൻ ഉള്ളത്? 3 കാർബൺ ആണ്. അപ്പൊ നമ്മൾക്ക് അവൻ എന്ത് പറയാം? പ്രൊപ്പെയിൻ എന്ന് പറയാം. എന്താ പറയാ? പ്രൊപ്പെയിൻ. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ 2, 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. സാറേ എന്തുകൊണ്ട് അവിടെ നമ്മൾ ഡൈ ചേർക്കാൻ കാരണം? എടാ 2 ബ്രാഞ്ച് വന്നത് കൊണ്ട് ഡൈ ചേർത്ത് കൊടുക്കുക. ഇനി എന്തുകൊണ്ടാണ് സാറേ ഇവിടെ 2 2 എഴുതിയത്? ഒരു കാർബണിൽ 2 ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊസിഷൻ നമ്പർ മസ്റ്റ് ബി റിപ്പീറ്റഡ്, രണ്ടാമത് ആവർത്തിച്ച് എഴുതുക. പരിപാടി കഴിഞ്ഞു. ഇനി സാറേ എന്താ ഈ പ്രൊപ്പെയിന്? എടാ ടോട്ടൽ മെയിൻ ചെയിനിൽ 3 കാർബണാ. സോ 3 കാർബൺ ആകുമ്പോൾ പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആകുമ്പോൾ എയിന്, സോ പ്രൊപ്പെയിൻ. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് അവന്റെ IUPAC നെയിം വരിക എന്നുള്ള കാര്യം എന്റെ മക്കള് ഓർമ്മയിൽ വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ, ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും നോക്കിയാൽ മതി. സിമ്പിളാ. നോക്കിക്കോ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എത്ര കാർബൺ ഉണ്ട്? ഫസ്റ്റ് എണ്ണ 1 2 3 4. പിന്നെ ഇവിടെയുള്ള ബോണ്ട് ഏതാ? ഡബിൾ ബോണ്ടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പദമൂലം അഥവാ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 കാർബൺ ആകുമ്പോൾ നമ്മൾ അവൻ എന്താ പറയാ? ബ്യൂട്ട് എന്നാണ് പറയാ. സാറിന്റെ മക്കൾ സാറിന് ആലോചിച്ചാൽ മതി, ബ്യൂട്ട്, അത്രയേ ഉള്ളൂ. ഇനി നിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ, പൊസിഷൻ നമ്പർ. എടാ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ, വാട്ട് എവർ പൊസിഷൻ നമ്പർ എന്ന് കണ്ടാൽ ഏറ്റവും സ്മോളസ്റ്റ് കിട്ടണം, ഏറ്റവും ചെറിയ സംഖ്യ കിട്ടണം. അങ്ങനെയാണെങ്കിൽ സാറേ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ടാ, രണ്ടാമത്തെ കാർബണിൽ സിംഗിൾ ബോണ്ടാ, മൂന്നാമത്തെ കാർബണിലും സിംഗിൾ ബോണ്ടാ. റെഡി? ഇനി ഇവിടെ നിന്ന് എണ്ണുമ്പോൾ തന്നെ നമുക്ക് 1 കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അതായിരിക്കും പൊസിഷൻ നമ്പർ. ഏറ്റവും സ്മോളസ്റ്റ് 1 വരുള്ളൂ. റെഡി? ഇനി ഇവന്റെ IUPAC നെയിം നമ്മൾ എഴുതാം. ബ്യൂട്ട് -1 ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ENE. പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്താണ് സാറേ? ബ്യൂട്ട് -1 ശരിക്കും 1 പൊസിഷൻ നമ്പർ എങ്കിൽ നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ല എന്നറിയോ? നമ്മൾ ഇത് പറയേണ്ട ആവശ്യമില്ല, പൊസിഷൻ നമ്പർ പറയേണ്ട. എന്നാലും നമ്മൾ എന്റെ മക്കൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. ബ്യൂട്ട് -1 ക്ലിയർ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഇതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യനുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ ഇന്ന് കൃത്യം 7:30 മണിക്ക് സാർ ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ മക്കളും ഫ്രണ്ട്സിനെയും കൂടി ലൈവിൽ പോലെ ഈ ഒരു ഒറ്റ ലൈവ് മാത്രം കണ്ടാൽ മതിയാവും. ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ലൈവാണ്. ആരും മറക്കണ്ട, കൃത്യം 7:30 മണിക്ക് പോകുന്നോളാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഞാനുണ്ട് കൂടെ. കെമിസ്ട്രി നമ്മൾ തൂക്കാം. ഇറ്റ്സ് മീ അൻഷി ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ.